ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ 27ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ 247ാമത്തെ നാമം മുതൽ 255ാമത്തെ നാമം വരെയാണ് പരാമർശിക്കുന്നത്. അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ട ശിഷ്ടകൃത് ശുചിഃ സിദ്ധാർത്ഥ സിദ്ധ സങ്കല്പ സിദ്ധിദ സിദ്ധി സാധനക. ഈ ശ്ലോകത്തിലെ നാമധേയങ്ങൾ അസംഖ്യേയ, അപ്രമേയാത്മാ, വിശിഷ്ട ശിഷ്ടകൃത്, സുചി, സിദ്ധാർത്ഥ, സിദ്ധസങ്കല്പ, സിദ്ധിദ സിദ്ധി സാധന. ആദ്യത്തെ നാമധേയം അസംഖ്യേയ. സംഖ്യേയ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ കുറിക്കുന്നു. അസംഖ്യേയ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയ്ക്കും അതീതമായിട്ടുള്ളത് എന്നർത്ഥം. അതായത് ഭഗവാന് നാമങ്ങൾ 1000നും മുകളിൽ അസംഖ്യേയമായിട്ട് ഉണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ ഭഗവാന്റെ രൂപങ്ങളും അത്രയും തന്നെയുണ്ട്. അതായത് നമുക്ക് എണ്ണപ്പറ്റാത്ത അത്രയും അധികം നാമങ്ങളും രൂപങ്ങളും ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ നമ്മളെ സഹായിക്കുവാനായിട്ട്, ധർമ്മത്തെ കാക്കുവാനായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, അർജുനന്റെ കണ്ണുകളിൽ എങ്ങനെയാണോ ഭഗവാൻ ആ ഒരു വിശ്വരൂപത്തിൽ കാണുന്നത്, അതായത് കൈകളായാലും ആ ഒരു കണ്ണുകളായാലും ആ ഒരു പാദങ്ങളായാലും അത് അസംഖ്യമായ ഒരു രീതിയിലാണ് ഉള്ളത്. അതായത് ഒരു ആദ്യമോ ഒരു അന്ത്യമോ ഒരു മധ്യമോ ഇല്ലാതെ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ മുഴുവനായി വ്യാപിച്ചു കിടക്കുന്നു. അതിനാൽ ഭഗവാന് അസംഖ്യേയ എന്ന നാമധേയം. അടുത്ത നാമധേയം അപ്രമേയാത്മാ. പ്രമേയ എന്ന് പറഞ്ഞാൽ പ്രമാണത്തോടു കൂടി, അതായത് എല്ലാ തരത്തിലും ഉദാഹരണ സഹിതം നമുക്ക് ബോധ്യമാകുന്ന രീതിയിലുള്ളതിനെ പ്രമേയ എന്ന് പറയുന്നു. അപ്രമേയ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നമുക്ക് ഉദാഹരണ സഹിതം അത് വിശദീകരിക്കാൻ സാധ്യമല്ലാത്തിടത്തോളമുള്ള ഒരു കാര്യം. അതായത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഒരു രീതിയിൽ ഇങ്ങനെയാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ സാധ്യമല്ല. അതായത് ഭഗവാന് പല തരത്തിൽ മാത്രമേ വിശദീകരിക്കാൻ സാധ്യമുള്ളൂ. അതുപോലെ ഭഗവാൻ അറിയണമെന്നുണ്ടെങ്കിൽ അത് ഒരു രീതിയിൽ മാത്രം നമ്മൾ കണ്ടാൽ പോരാ. അതിനാൽ ഭഗവാന് അപ്രമേയ എന്ന നാമധേയം. ആത്മാ എന്നാൽ നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു പ്രാണനായി നിലകൊള്ളുന്നതിനെ ആത്മാ എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാനെ അപ്രമേയാത്മാ എന്ന് പറഞ്ഞാൽ ഒരു ഉപനിഷത്തിൽ, വേദങ്ങൾ, ഭാഗവതം എന്നീ രീതിയിൽ ഭഗവാനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അത് ഒരു രീതിയിൽ മാത്രമല്ല, അത് മുഴുവനായി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാകൂ. അത് ഒരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുവാൻ അത്ര എളുപ്പമുള്ളതല്ല. അത് പല ദിനങ്ങൾ കൊണ്ട്, പല മാസങ്ങൾ കൊണ്ട്, പല വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഇരുന്ന് പഠിച്ച് അറിയേണ്ട ഒരു കാര്യമാണ്. അതിനാൽ ഭഗവാന് അപ്രമേയാത്മാ എന്ന നാമധേയം. അടുത്ത നാമധേയം വിശിഷ്ട എന്നാണ്. വിശിഷ്ട എന്ന് പറഞ്ഞാൽ ഏതൊരു തരത്തിലാണോ ഉജ്ജ്വലമായി പ്രകാശിച്ച് മറ്റുള്ളവർക്കും പ്രകാശത്തെയും ഉജ്ജ്വലത്തെയും കൊടുക്കുവാൻ സാധിക്കുന്നത്, ആ ഒരു ശക്തിയെ വിശിഷ്ട എന്ന് പറയുന്നു. അതായത് ഭഗവാൻ 5 കോശങ്ങളാലാണ് ഉണ്ടായത്. അതിനാൽ അത് ഒരിക്കലും നാശത്തിന് കാരണമാകാത്ത രീതിയിലുള്ള ഒരു ശക്തിയാണ് ഭഗവാൻ. എങ്ങനെയാണോ 3 രീതിയിൽ നമുക്ക് ഉറക്കത്തിൽ, അതായത് നമ്മുടെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന രീതിയിൽ നമുക്ക് ഭഗവാനെ സമീപിക്കാൻ സാധ്യമാണോ, അതുപോലെ തന്നെ ഭഗവാൻ ഒരിക്കലും വിനാശത്തിന് കാരണമാകാതെ ആദ്യം മുതൽ അന്തം വരെ ഈ പ്രപഞ്ചത്തിന് മുൻപും പിൻപും നിൽക്കുന്ന ഒരു ശക്തി തന്നെയാണ് ഭഗവാൻ. അതിനാൽ ഭഗവാന് വിശിഷ്ട എന്ന നാമധേയം. അടുത്ത നാമധേയം ശിഷ്ടകൃത്. ശിഷ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നത് അവരെ ശിഷ്ട എന്ന് പറയുന്നു. കൃത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഒരു നിയമത്തിന് അനുസൃതമായി കാര്യങ്ങൾ ഗണിക്കുന്നത് അതിനെ കൃത് എന്ന് പറയുന്നു. അപ്പോൾ ശിഷ്ടകൃത് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഈ ഒരു പ്രപഞ്ചത്തിൽ നിയമത്തെ, അതായത് ധർമ്മത്തെ മാത്രം പരിപാലിച്ചുകൊണ്ട് അതിലൂടെ നടന്നുകൊണ്ട് സൃഷ്ടികളെയും ആ പാതയിലേക്ക് കൊണ്ടുവരുന്നതിനാൽ ഭഗവാന് സൃഷ്ടകൃത് എന്ന നാമധേയം.
അടുത്ത നാമധേയം ശുചി എന്ന നാമധേയം. അതായത് മായ എന്ന ആ ഒരു വിശിഷ്ടമായ കാര്യം ഒരിക്കലും ഭഗവാനെ അത് ഏൽക്കുന്നില്ല. അങ്ങനെ പൂർണമായും നല്ല പവിത്രതയോടെ ഇരിക്കുന്നതിനാൽ ഭഗവാന് ശുചി എന്ന നാമധേയം. അതായത് തുരീയം എന്ന് പറയുന്ന നാലാമത്തെ ആ ഒരു ആത്മാവിൻ്റെ ആ ഒരു നിലയിൽ നിൽക്കുന്ന ഭഗവാന് ശുചി എന്ന നാമധേയം. അടുത്ത നാമധേയം സിദ്ധാർത്ഥ എന്ന നാമധേയം. സിദ്ധാർത്ഥ എന്നാൽ ഏതൊരു കാര്യം നമുക്ക് നേടുവാൻ വേണ്ടിയും അതിൽ പ്രയത്നം ആവശ്യമുണ്ട്. ആ പ്രയത്നം തന്നെ നല്ല രീതിയിലുള്ള ആ ഒരു സാത്വിക മനോഭാവത്തോടു കൂടി വേണം നടക്കുവാൻ. അപ്പോൾ ഭഗവാൻ ഓരോ ജീവിത ലക്ഷ്യത്തിനും ആ പുരുഷാർത്ഥത്തിനും ആ ഒരു വഴി കാണിച്ചു കൊടുക്കുന്നു. ആ ഒരു കാര്യമാണ് നമുക്ക് അർത്ഥം, ധർമ്മം, കാമം, മോക്ഷം. അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണോ സംസാരത്തിൽ നിന്നും ഉള്ള ആ ഒരു സമ്പത്ത്, അതുപോലെ ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് രീതിയിലാണോ നിയമത്തിലാണോ സഞ്ചരിച്ചു കൊണ്ട് ഈ അർത്ഥത്തെ നമ്മൾ സംഹരിച്ചത് അത് കഴിഞ്ഞു. കാമം എന്നാൽ നമുക്ക് ഏതൊരു സംസാര കാര്യത്തിലാണോ ഒരു ഇഷ്ടം തോന്നുന്നത്, ഒരു സ്നേഹം തോന്നുന്നത്, അത് ചലനമുള്ളതോ അചലനമായിട്ടുള്ള കാര്യത്തിലോ. അതുപോലെ നാലാമത്തതാണ് മോക്ഷം എന്നാൽ ഈ സംസാരത്തിൽ നമ്മളെല്ലാം ഉപേക്ഷിച്ചതിന് ശേഷം പരമാത്മാവിനെ മാത്രം കൊണ്ട് ഭഗവാനിൽ ലയിക്കുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ അർത്ഥം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ 4 നിലകളിൽ ആരാണോ സഞ്ചരിച്ച് ഭഗവാനിൽ ലയിക്കുന്നത്, അങ്ങനെയുള്ള സിദ്ധി കഴിവ് നേടിയവരെ നമ്മൾ സിദ്ധാർത്ഥ എന്ന് പറയുന്നു. അതിനാൽ ഭഗവാൻ ഏറ്റവും അധികം ഉന്നതമായ സിദ്ധാർത്ഥ നിലയിൽ ഒരിക്കുന്നതിനാൽ ഭഗവാന് സിദ്ധാർത്ഥ എന്ന നാമധേയം. അടുത്ത നാമധേയം സിദ്ധസങ്കൽപ്പ. സങ്കൽപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്ഞാനത്തിനും അതീതമായി നമ്മൾ കാക്ഷിക്കുന്ന ഒരു കാര്യത്തെ സങ്കല്പ എന്ന് പറയുന്നു. അപ്പോൾ സിദ്ധ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ നിലയിലും നമ്മളുടെ ഓരോ ശരീരത്തെയും ആ ഒരു ബുദ്ധിയെയും നമ്മൾ പരിപൂർണമായി പവിത്രമാക്കിക്കൊണ്ട് ആ ഒരു സങ്കല്പ നിലയിൽ എത്തുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് തീർച്ചയായും സത്യമായി മാറുന്നു. അപ്പോൾ ഭഗവാൻ തന്നെ ഉപനിഷത്തുകളിൽ പറയപ്പെടുന്നു, സത്യസങ്കല്പവാൻ എന്ന് പറയുന്നു. അതായത് ആ ഭഗവാന്റെ 1000 നാമങ്ങൾ നമ്മൾ പൂർണ്ണമായും ഗ്രഹിച്ചുകൊണ്ട് അത് ഭഗവാന്റെ മുന്നിൽ പൂർണ്ണമായി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആ പാദചരണത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും. അതിനാൽ നമ്മൾ സങ്കല്പിക്കണം, ഭഗവാനെ നമ്മുടെ മുന്നിൽ കാണുന്ന രീതിയിൽ ആ മൂർത്തിയെ മനസ്സിൽ സങ്കല്പിച്ചു പറയുന്ന ഏതൊരു സൃഷ്ടിയും അവസാനം സിദ്ധാർത്ഥലോ ആ ഒരു നിലയിലേക്ക് ഉയർന്നു വരിക തന്നെ ചെയ്യും. അതിനാൽ ഭഗവാന് സിദ്ധസങ്കല്പ എന്ന നാമധേയം. അടുത്ത നാമധേയം സിദ്ധിത എന്നാൽ ഏതൊരു സൃഷ്ടിയുടെയും പ്രവൃത്തിക്ക് അനുസരിച്ച് ഒരു ഫലത്തെ ആരാണോ കൊടുക്കുന്നത് അവരെ സിദ്ധിത എന്ന് പറയുന്നു. അതായത് ഓരോ പ്രവൃത്തിയും നമ്മൾ അതിൻ്റെ എന്താണ് പരിണാമം എന്ന് ആലോചിക്കാതെ ചെയ്തു തീർക്കുക എന്നതാണ് ഒരു സൃഷ്ടിയുടെ കടമ. അപ്പോൾ ഭഗവാൻ അവർക്ക് ഇപ്പോഴല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അവസരത്തിൽ അതിനുള്ള ഫലം തീർച്ചയായും കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു കർത്തവ്യത്തിന് ഫലം കൊടുക്കുന്നതിനാൽ ഭഗവാന് സിദ്ധിത എന്ന നാമധേയം. ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് സിദ്ധി സാധന. സിദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പൂർണ്ണമായ സംതൃപ്തിയെ കൊടുക്കുന്ന ഒരു പ്രവൃത്തി. സാധന എന്ന് പറഞ്ഞാൽ അത് ഒരു രീതിയിൽ, അതായത് എന്നും ദിനവും നിമിഷവും നമ്മൾ അതൊരു വലിയ ഒരു കർത്തവ്യം എന്ന നിലയിൽ ചെയ്യുന്ന ഒരു കാര്യമായി തന്നെ വേണം. അതായത് ഇന്ന് മാത്രം ചെയ്യുന്നതിനാൽ നമുക്ക് ഒരിക്കലും ഫലം ലഭിക്കുകയില്ല. അതിന് പൂർണ്ണമായും എന്നും എപ്പോഴും ആ ഒരു ദിനത്തോറും മാസം തോറും വർഷം തോറും അത്
പൂർണ്ണ നിലയിലായിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ അതൊരു സാധനയായി മാറുകയുള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചിട്ടയായി മാറുകയുള്ളൂ. അങ്ങനെ സിദ്ധി ചെയ്യുന്നവർക്ക് ഒരു സാധനയായി മാറുമ്പോൾ ഭഗവാൻ അവർക്ക് പൂർണ്ണമായി അനുഗ്രഹത്തെ കൊടുക്കുന്നു, അവർക്ക് പരമാനന്ദത്തെ ലഭിക്കുന്നു. അതിനാൽ ഭഗവാന് സിദ്ധി സാധന എന്ന നാമധേയം. അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ അസംഖ്യേയ, അപ്രമേയാത്മ, വിശിഷ്ട, ശിഷ്ടകൃത്, ശുചി, സിദ്ധാർത്ഥ, സിദ്ധസങ്കല്പ, സിദ്ധിദ, സിദ്ധി സാധന എന്നിങ്ങനെ 9 നാമങ്ങളാണ്. അസംഖ്യേയോ അപ്രമേയാത്മാ വിശിഷ്ട ശിഷ്ടകൃത് ശുചി സിദ്ധാർത്ഥ സിദ്ധസങ്കല്പ സിദ്ധിദ സിദ്ധി സാധന. ഓം നമോ ഭഗവതേ വാസുദേവായ.